നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലെ വിജയവും പരാജയവും സന്തോഷവും ദുഃഖവും എല്ലാം പലപ്പോഴും തുടങ്ങുന്നത് നിങ്ങളുടെ ചിന്തകളിൽ നിന്നാണെന്ന്. പറയാറുണ്ട്, നമ്മുടെ ചിന്തകളാണ് നമ്മളുടെ ഭാവി രൂപപ്പെടുത്തുന്നത് എന്ന്. ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ഒരാളാകണോ, അല്ലെങ്കിൽ ജീവിതത്തിൽ സമാധാനം കണ്ടെത്തണോ? അതിന്റെ തുടക്കം എവിടെയാണ്? നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ചിലർക്ക് എങ്ങനെ എല്ലാ പ്രയാസങ്ങളിലും ഒരു അവസരം കാണാൻ കഴിയുന്നു? അതേ പ്രശ്നം കണ്ടാൽ മറ്റൊരാൾ എന്തുകൊണ്ട് ഭയന്ന് പിന്മാറുന്നു? ചിലർ പരാജയം വന്നാൽ എനിക്ക് പറ്റില്ല എന്ന് വിശ്വസിച്ച് നിലച്ചു പോകുന്നു. പക്ഷെ ചിലർ അതേ പരാജയം എടുത്തും അതിൽ വിജയിക്കുന്നു. ഇതിൽ നിന്ന് ഞാൻ എന്ത് പഠിക്കാം എന്ന് ചോദിച്ച് കൂടുതൽ ശക്തരായി മുന്നോട്ടു പോകുന്നു. വ്യത്യാസം അവരുടെ ചിന്തയിലാണ്, അവരുടെ മൈൻഡ് സെറ്റിലാണ്. വിജയിച്ച ആളുകളെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്നത് പണമോ കഴിവോ മാത്രമല്ല, ശരിയായ മൈൻഡ് സെറ്റാണ്. ഇന്നു മുതൽ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ സ്വപ്നം കണ്ട ജീവിതം ജീവിക്കുന്നുവെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങളുടെ പക്കലുണ്ട്. ആ ലക്ഷ്യം നേടിയ വ്യക്തിയുടെ ചിന്ത എങ്ങനെയായിരിക്കും? അത് തന്നെയാണ് ഇന്ന് ഈ ഓഡിയോ ബുക്കിലൂടെ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. നിങ്ങളുടെ ചിന്താരീതി എങ്ങനെ മാറ്റാം? ലിമിറ്റിംഗ് ബിലീഫുകൾ എങ്ങനെ തിരിച്ചറിയാം? പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിടുന്ന വ്യക്തിയായി എങ്ങനെ മാറാം? ഇതെല്ലാം. പക്ഷേ അറിഞ്ഞാൽ മാത്രം പോരാ, പ്രയോഗിക്കുമ്പോഴാണ് മാറ്റം വരുന്നത്. അതുകൊണ്ട് ഈ വീഡിയോയിൽ തത്വങ്ങൾ മാത്രമല്ല, പ്രായോഗിക അഭ്യാസങ്ങളും ഘട്ടം ഘട്ടമായ തന്ത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൈൻഡ് സെറ്റ് എന്നത് എന്താണ്? മൈൻഡ് സെറ്റ് എന്നത് നമ്മുടെ ചിന്തിക്കുന്ന രീതിയാണ്. നമ്മൾ ജീവിതത്തെ കാണുന്ന ലെൻസ് ആണ്. നമ്മുടെ വിശ്വാസങ്ങൾ, പ്രതികരണങ്ങൾ, തീരുമാനങ്ങൾ എല്ലാം ഈ ലെൻസിലൂടെ ഫിൽട്ടർ ചെയ്യപ്പെടുന്നു. ഇനി സ്റ്റീവ് ജോബ്സിന്റെ ഒരു ജീവിത പാഠം പറയാം. 1985 സ്റ്റീവ് ജോബ്സിനെ അദ്ദേഹം തന്നെ ആരംഭിച്ച കമ്പനിയിൽ നിന്നാണ് പുറത്താക്കിയത്. അത് ഏതൊരാളെയും തകർക്കുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ? പക്ഷേ ജോബ്സ് അത് പരാജയമായി കണ്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഈ സമയം എന്നെ കൂടുതൽ സൃഷ്ടിപരനാക്കി. അദ്ദേഹം അതിൽ നിന്നാണ് പിക്സാർ പോലുള്ള വലിയ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. വർഷങ്ങൾക്ക് ശേഷം ആപ്പിൾ തിരിച്ചറിഞ്ഞു, നമ്മൾക്ക് ജോബ്സ് വേണം. അവരെ തിരികെ വിളിച്ചു. പാഠം എന്താണ്? പ്രശ്നം വന്നപ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നവൻ തോറ്റുപോകും. പക്ഷേ ഇതൊരു അവസരം എന്ന് കാണുന്നവൻ വളരും. ഇനി ഒരു രണ്ട് ചെന്നായ്ക്കളുടെ കഥ കേട്ടാലോ? ഒരു മുത്തശ്ശൻ ചെറുമകനോട് പറഞ്ഞു, നമ്മുടെ ഉള്ളിൽ രണ്ട് ചെന്നായ്ക്കളുണ്ട്. ഒന്ന് ഭയം, നെഗറ്റിവിറ്റി, അസൂയ നിറഞ്ഞത്. രണ്ടാമത്തത് ധൈര്യം, വിശ്വാസം, സ്നേഹം നിറഞ്ഞത്. ഇരുവരും എല്ലായ്പ്പോഴും പോരാടുന്നു. ചെറുമകൻ ചോദിച്ചു, അപ്പോൾ ആരാണ് ജയിക്കുക? മുത്തശ്ശൻ പറഞ്ഞു, നീ ആരെയാണ് ഭക്ഷണം കൊടുക്കുന്നത് അവൻ ജയിക്കും. ഇതാണ് മൈൻഡ് സെറ്റിന്റെ രഹസ്യം. മൈൻഡ് സെറ്റ് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റും, രണ്ട് ഗ്രോത്ത് മൈൻഡ് സെറ്റും. ഫിക്സഡ് മൈൻഡ് സെറ്റ് എന്നാൽ എനിക്കിത് പറ്റില്ല, ഇതെന്റെ കഴിവല്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്ന ചിന്തയാണ്. ഇവിടെ വെല്ലുവിളികളെ ഭയപ്പെടും, വിമർശനം സഹിക്കില്ല, പരാജയം വന്നാൽ പിന്മാറും. എന്നാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണെങ്കിലോ, ഇപ്പോൾ കഴിയില്ല പക്ഷെ പഠിക്കാം, പരിശ്രമിച്ചാൽ മെച്ചപ്പെടാം എന്ന രീതിയിലുള്ള ചിന്തകളാണ്. ഇവിടെ വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസരം, പരാജയം എന്നാൽ പാഠം, വിമർശനം എന്നാൽ ഫീഡ്ബാക്ക്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് വളർത്താൻ 4 പ്രായോഗിക വഴികളുണ്ട്. ഒന്ന് സെൽഫ് റിഫ്ലക്ഷൻ. പരാജയം വന്നാൽ ചോദിക്കുക, ഇതിൽ നിന്ന് ഞാൻ എന്ത് പഠിച്ചു? രണ്ട് ലേണിംഗ് ഗോൾസ് വെക്കുക. ടോപ്പർ ആകണം എന്നതിന് പകരം ആ ആശയങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കണം എന്ന ഗോൾ വെക്കുക. 3 ക്രിറ്റിസിസം എന്നാൽ ഫീഡ്ബാക്ക് ആണ്. ആരെങ്കിലും തെറ്റു പറഞ്ഞു കൊടുത്താൽ ഭയം വേണ്ട, അത് മെച്ചപ്പെടുത്തുവാനുള്ള വഴിയാണ് എന്ന് മനസ്സിലാക്കുക. 4 കൺസിസ്റ്റന്റ് ആക്ഷൻ. ചിന്ത മാത്രം പോരാ, ചുവട് വെക്കണം. കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ഷൻ ആണ് വേണ്ടുന്നത്. നെവർ ഗീവ് അപ്പ്. തോമസ് എഡിസൺ ബൾബ് കണ്ടുപിടിക്കുവാനായിട്ട് 10,000 തവണ പരാജയപ്പെട്ടു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ പരാജയപ്പെട്ടില്ല, പ്രവർത്തിക്കാത്ത 10,000 വഴികൾ കണ്ടെത്തി. മൈക്കൽ ജോർഡൻ
എന്റെ ജീവിതത്തിൽ ഞാൻ വീണ്ടും വീണ്ടും തോറ്റിട്ടുണ്ട്. അതിനാലാണ് ഞാൻ വിജയിച്ചത്. വീഴ്ചകൾ നിങ്ങളെ അവസാനിപ്പിക്കാനല്ല, ഉയർത്താനാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇന്ന് സ്വീകരിക്കുന്ന ചിന്തയാണ് നിങ്ങളുടെ നാളെയെ നിർമ്മിക്കുന്നത്. അതിനാൽ ഓർക്കുക, ചിന്ത മാറ്റുക, ജീവിതം മാറും. നിങ്ങൾ വളർച്ച മൈൻഡ് സെറ്റ് തിരഞ്ഞെടുക്കുന്ന നിമിഷം നിങ്ങളുടെ ജീവിതം പുതിയ ദിശയിൽ മാറി തുടങ്ങും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടാതെ കമന്റിൽ എഴുതുക, ഇതാണ് എന്റെ സമയം. വരൂ, മൈൻഡ് സെറ്റ് മാറ്റത്തിന്റെ യാത്ര ഇപ്പോൾ തന്നെ തുടങ്ങാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ശ്രമിക്കുക. താങ്ക് യു.